നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയന്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ്. പലതരത്തിലുള്ള ഗ്രേഡിയന്റുകളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇവിടെ ഗ്രേഡിയന്റ് നമ്മൾ ഫിഗ്മയിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ, അതുപോലെ ആംഗുലാർ, ഡയമണ്ട്, ഇങ്ങനെ പറഞ്ഞ് പല മോഡുകളിൽ ഗ്രേഡിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഗ്രേഡിയന്റിൽ പല കളറുകൾ മിക്സ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഡിസൈൻ ശ്രദ്ധിക്കുക. ഇതുപോലൊരു ഗ്രേഡിയൻ പാറ്റേൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് അത് സാധിക്കുന്നതല്ല. അതിനായിട്ട് നമുക്ക് ലെയർ ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഞാൻ ഈ ബ്ലൂ കളർ ഒരു ഗ്രേഡിയൻ പാറ്റേണിൽ ആഡ് ചെയ്തിരിക്കുന്നത് പോളിഗൺ യൂസ് ചെയ്തുകൊണ്ടാണ്. പോളിഗണ് ലെയർ ബ്ലർ ആഡ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ പോളിഗൺ ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൽ ഇതുപോലൊരു ഗ്രേഡിയന്റ് വരുന്നതിന് വേണ്ടിയിട്ട് പല പോളിഗൺസ് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിസൾട്ടിൽ എത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പോളിഗൺ ഇവിടെ ഡ്രോ ചെയ്യുകയാണ്. കുറച്ചേറെ സൈസുള്ള ഒരു പോളിഗൺ ഇവിടെ ഡ്രോ ചെയ്യുന്നു. ഇതിവിടെ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ ഒരു പോളിഗണ് ഞാനിവിടെ ബ്ലൂ കളർ ആഡ് ചെയ്യുകയാണ്. നമ്മളുടെ മോഡലിലെ പോലെ തന്നെ ഞാനിവിടെ ഒരു ബ്ലൂ കളർ ആഡ് ചെയ്തു. എഫക്റ്റിൽ വന്നിട്ട് ലെയർ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യുന്നു. ബ്ലർ എമൗണ്ട് ഞാനിവിടെ 100ലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ പോളിഗണിൻ്റെ സൈസ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പോളിഗണിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ഇതിൻ്റെ ബ്ലർ കൗണ്ട് ഏകദേശം 400 ആക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ മിക്സ് ചെയ്ത് വരുന്ന പോലെ നമുക്കിവിടെ ഫീൽ ചെയ്യും. ഒരു പോളിഗൺ കൂടി ഞാനിവിടെ ഡ്രോ ചെയ്യുകയാണ്. അതിന് ഞാൻ ഏകദേശം ഒരു ബ്ലാക്കിനോട് അടുത്ത കളർ കൊടുക്കുന്നു. ഇതിനും ലെയർ ബ്ലർ ആഡ് ചെയ്യുന്നു. ബ്ലർ കൗണ്ട് 400 തന്നെ കൊടുക്കുന്നു. ഈ ഒരു എഫക്റ്റ് നമുക്ക് ഗ്രേഡിയന്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല ഫിഗ്മയിൽ. അതുകൊണ്ട് നമുക്ക് ഷേപ്പിന് ലെയർ ബ്ലർ എന്ന എഫക്റ്റും കൊടുത്തുകൊണ്ട് നമുക്കിതുപോലെ ഗ്രേഡിയൻ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പോളിഗണിന് പകരം എലിപ്സോ അല്ലെങ്കിൽ സ്ക്വയറോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഇതുപോലെ എഫക്റ്റുകൾ അല്ലെങ്കിൽ ഗ്രേഡിയൻ കളറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക. താങ്ക്